ഇപ്പോൾ ഇവിടെയാണ് എൻട്രൻസ് വരുന്നത് അല്ലേ? അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിനടുത്ത് പെരുവാമ്പ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. നമ്മളിവിടെ വന്നത് ഇവിടെയുള്ള ഒരാളെ കാണാനാണ്, നമ്മളെ സ്വന്തം തോമസ് ചേട്ടൻ. അപ്പോൾ എന്താ കാര്യം എന്നല്ലേ, തോമസ് ചേട്ടൻ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവും, പക്ഷേ കുറേ പേർക്ക് അറിയണ്ടാവില്ല. പുള്ളി ആരാണ്, എന്താണ്, എന്തുകൊണ്ടാണ് ഞാനിവിടെ കാണാൻ വന്നതെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ചേട്ടനെ കണ്ട ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ട്, എന്നാലും നമുക്ക് അവിടെ പോയിട്ട് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കണ്ട് ആ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വന്നാലോ. ഇപ്പം തോമസ് ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പുറകിലിതാ ഇവിടെ ഒരു റബ്ബർ തോട്ടമാണ്. അപ്പം നമുക്ക് നേരെ വീടിൻ്റെ അകത്തോട്ട് പോവാം. ആണ് നമ്മുടെ തോമസ് ചേട്ടൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരാളുടെയും സഹായം ഇല്ലാതെ ഈ ഒരു 125ഓളം മീറ്റർ നീളത്തിൽ തോമസ് ചേട്ടൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചതാണിത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തോമസ് ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, ചേട്ടാ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് തുടങ്ങാൻ എങ്ങനെയാണ് ഉള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ തായ്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വിദേശയാത്ര പോയത്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ കടലിൻ്റെ നടുക്ക് ബോട്ട് യാത്ര കടലിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു സംഭവം കണ്ടു. അതാ ഇങ്ങനെ അവിടെ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ഒരു 10-30 മീറ്റർ നീളം കാണും. അപ്പം എനിക്ക് ആശയം തോന്നി ഇവിടെ ഇങ്ങനെയുള്ള, അതുപോലെ നമ്മുടെ നാട്ടിലും അതുപോലെ ആക്കണം. പിന്നെ ഇതുപോലെ സൗകര്യം ഉണ്ടല്ലോ 5-6 മീറ്റർ ഹൈറ്റിൽ. അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒന്നും പരീക്ഷിച്ചാലോ ഒന്ന്, ഇവിടെ വന്നൊന്ന് പരീക്ഷിക്കാൻ. 25 മീറ്റർ ആദ്യം എടുത്തു. അന്നേരം എല്ലാവർക്കും നല്ല ഫേമസ് ആയി. പിന്നെ ആൾക്കാരും നല്ല പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ പൈസയായിട്ട് ഒന്നും തന്നില്ലേലും പ്രോത്സാഹനം ഉണ്ടായി. എതിരഭിപ്രായം ഒന്നും ഉണ്ടായില്ല. ഇന്നേ വരെ ഇപ്പൊ 6ാമത്തെ കൊല്ലം ഇതേവരെ ഒരു എതിരഭിപ്രായം ആരും എഴുതി. ഒരു ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ 2ാമത്തെ ബുക്കും തീരാനായി. അങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാന്ന് തീരുമാനിച്ചെന്താ? ഒറ്റയ്ക്ക് ചെയ്യാന്ന് വിചാരിച്ച, ഞാൻ പണ്ട് പോലെ ഇതിനകത്തെ പണി വെട്ടും എല്ലാം ഞാൻ ഒറ്റയ്ക്കായി ചെയ്ത് ശീലിച്ചു. 16 വയസ്സിൽ തുടങ്ങിയതായി കല്ലിന്റെ പണി. പിന്നെ ഇപ്പൊ ഈ കൊറോണ തുടങ്ങിയ പിന്നെ അല്ലേ പുറമേ അത്യാവശ്യമൊക്കെ പോകും ഇതിന്റെ പണിക്കൊക്കെ. അങ്ങനെ ഇതിന്റെ പണി തുടങ്ങി ഒരു 25 മീറ്റർ കഴിഞ്ഞപ്പോൾ ബ്ലോക്കായി. പിന്നെ കൊറോണ കാലത്ത് ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ പോയിട്ട് ആൻറ്റിയോപ്ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ 1 മാസം വിശ്രമിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ആദ്യം തുടങ്ങി. അപ്പോൾ വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നോ? വീട്ടുകാർ ഈ രോഗം വന്നേ പിന്നെ സപ്പോർട്ട് കുറഞ്ഞു. പിള്ളേരാണേലും എതിർപ്പാ. ഞാൻ പിന്നെ പോയപ്പോട്ടെന്നുള്ള 2 കൽപ്പിച്ചു. അപ്പോൾ അത് ഒരു 150 മീറ്റർ ആക്കണമെന്നാണ്. ഒരു കൊല്ലത്തെ പണി കിടക്കുന്നുണ്ട്. അപ്പോൾ 6 വർഷം മുഴുവൻ ഇതിന്റെ പുറകിലായിരുന്നു. 6ാമത്തെ വർഷം 5 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ട് ഒന്ന് കാണാം അല്ലേ? കയറി കഴിഞ്ഞാൽ AC ആണെന്നാ പറയുന്നത്. തണുപ്പാ. ചൂടുന്നാണ് അകത്തോട്ട് വന്നത്. പുറത്ത് നല്ല ചൂടായിരുന്നു. പക്ഷേ ഒരു 2 സ്റ്റെപ്പ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. 5-6 ഡിഗ്രി കുറഞ്ഞ ഫീലാണ്. നമ്മൾ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അകത്തോട്ട് പോകുമ്പം ആ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഒരാൾ ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്തത് ഇത് മുഴുവൻ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോയിട്ടൊന്ന് കാണാം. പഴയ തീർന്ന സാധനങ്ങളായതെല്ലാം കാച്ചി ആദ്യം ഉപയോഗിച്ച തോമസ് ചേട്ടൻ ആദ്യം ഈ പണിക്ക് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഇവിടെ സ്ഥലത്ത് വെച്ചതാ. ഇതൊക്കെ ഇറങ്ങി ഇതിലേക്കൂടെ പോവാം. പോകുമ്പോൾ ഇതിലേക്കൂടെ പോവാം. അപ്പൊ അങ്ങോട്ടോ ഈ ഒരു ഭംഗി നിങ്ങൾ കണ്ടോ? ഇത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ ചെയ്തു വെച്ചതെന്ന്. ഇപ്പം ശരിക്കും കാണുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നും. അത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചത്. ഒരാളുടെ നിശ്ചയദാർഢ്യമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത്ര മനോഹരമായിട്ട് നല്ല തണുപ്പ്, അതായത് നമ്മൾ ഭയങ്കര കൂളിംഗ്, ഒരു AC റൂമിൽ നിൽക്കുന്ന ഫീലാണ് അകത്തോട്ട് വരുമ്പോൾ. ഇതാ 3ാമത്തെ ഗേറ്റ്. 2ാമത്തെ ഗേറ്റ് അവിടെ ഉണ്ട്. ഇത് 3ാമത്തെ ലാസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് കൂടെ വരുന്നുണ്ട്. ഇപ്പം പണിയാണ്. ഇവിടെ കിടക്കാൻ അത്യാവശ്യം വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ.
അപ്പോൾ ഇവിടെ ഇതാ അകത്തോട്ട് കയറിയിട്ട് പണിയെടുത്ത് ചേട്ടൻ വിശ്രമിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതാ ഈ ഭാഗത്തോട്ടാണ് ഇപ്പോൾ പണി നടക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാ ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് സമയമെടുത്ത് ചെയ്തതാണ് ഈ നമ്മൾ നടന്നു വന്ന വഴി മുഴുവൻ. പല ഭാഗങ്ങളിലൂടെ നടന്ന് ഉള്ളിലൂടെ കണ്ട് അത് എവിടെയാണ് ഇനിയിപ്പോൾ പണി നടക്കുന്നത് കാണുന്നുണ്ടാവും. ഇത് മുഴുവൻ ഇങ്ങനെ കുഴിച്ചെടുക്കണം, ആ മണ്ണ് മാറ്റണം, എല്ലാം ഒറ്റയ്ക്കാണ് തോമസ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ശരിക്കും ഒരാളുടെ മനസ്സിൽ അത്ര ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വട്ടം മണ്ണ് വരെ ആരും ചെയ്തിട്ടില്ല. അതാണ് ചേട്ടൻ പറയുന്നത്. ഒരു കാര്യത്തിനും ഒരാളെ പോലും സഹായിക്കത്തിന് വിളിച്ചിട്ടില്ല ചേട്ടൻ, മുഴുവൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. മണ്ണ് വെട്ടുന്നതും എടുക്കുന്നതും മാറ്റുന്നതും ഒക്കെ പുള്ളിയാണ്. അതാ ആയുധങ്ങൾ 7 ഇപ്പൊ 7 ഉണ്ട്. അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയില് പയ്യന്നൂര് പെരുവാമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ചേട്ടൻ്റെ നമ്പറൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചേട്ടനെ വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. ശരിക്കും കാണണം. നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ പോയിട്ട് വെറുതെ കാണുന്നത് പോലെയല്ല, ഒരാൾ ഒറ്റയ്ക്ക് നിർമ്മിച്ച് അത്ര മനോഹരമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണിത്. അപ്പം വന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മളിങ്ങനെ അറിയാതെ പോകുന്ന പലരും ഉണ്ടെന്നാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ സംഭവം മനസ്സിലാവുന്നത്. ഗുരുവായൂരൊക്കെ ഇഷ്ടംപോലെ 4-5 പ്രാവശ്യമൊക്കെ വന്നവരുണ്ട് അങ്ങനെ. ഗുരുവായൂർ അത് 25 മിനിറ്റ് എടുത്തപ്പം ഇവർ ഏഷ്യാനെറ്റ് 24 അവരിൻ്റെ അടുത്ത പ്രാവശ്യം. അങ്ങോട്ടെടുത്ത പിന്നെ മറ്റേ ചെറുപുഴ ചാനലുകാരാണ് അവിടെ അല്ലേ. ആഴ്ച വരുന്നുണ്ട് നിങ്ങളപ്പത്തെ യൂട്യൂബ്. ഇങ്ങോട്ട് വന്നത് ഇതുവഴിയാണ്. ഇപ്പം നേരെ വേറെ വഴിയിലാണ് തിരിച്ചു പോകുന്നത്. രണ്ടാമത്തെ ഗേറ്റാണ് ഇത് ഇവിടെ. ആദ്യം ഇങ്ങനെ 25 മിനിറ്റ് ഇതിലേ കൂടെയാണ്. അന്നേരം കൊറോണക്കാലത്ത് ഇതെവിടെയാണ് രണ്ടാമത്തെ ഗേറ്റ് വരുന്നത്. അപ്പം അത് ചേട്ടൻ്റെ വീടിൻ്റെ ആ ഭാഗത്തോട്ടായിട്ടാണ് ഈ ഗേറ്റ് വരുന്നത്. അപ്പൊ തുടങ്ങിയത് ആ ഭാഗത്തു നിന്നാണ് അല്ലേ? ആ ഭാഗത്ത് നിന്ന് തുടങ്ങി ഈ ഭാഗത്ത് അവസാനിച്ചു. പിന്നെയാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെ രണ്ടാമത് ഈ മഴയുടെ സമയത്ത് വെള്ളം ഇറങ്ങുമോ അങ്ങോട്ട്? വെള്ളം ഇവിടെ മാത്രം ഇറങ്ങും അല്ലേ? ആ മഴ നല്ലപോലെ പെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നം. ഷൂട്ട് ചെയ്യുമ്പോൾ മഴ അങ്ങോട്ടൊന്നും ഒരു പ്രശ്നമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പം മുകളിലായിട്ട് അവിടെ റബ്ബർ തോട്ടമാണ്. അപ്പം റബ്ബർ തോട്ടത്തിൻ്റെ അടിയിലാണ് ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകൾ ഇനിയിപ്പോൾ വരാൻ തുടങ്ങും. എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? അത്യാവശ്യം വരുന്നുണ്ട്. ആൾക്കാർ വരും. അപ്പം ഇനി 150 മീറ്ററിലോട്ടുള്ള പണിയാണ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തോമസ് ചേട്ടന് കിട്ടിയ പുരസ്കാരങ്ങളും ബഹുമതികളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അഭിപ്രായം എഴുതിയ ബുക്കുകളായോ? ഇതാ അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും അപ്പം ഒരു സംശയമാണ്, മഴയൊക്കെ വരുന്ന സമയത്ത് ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് നല്ല കട്ടിയുള്ള കല്ല് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കല്ല് വെച്ചിട്ട് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ഉറപ്പ് തന്നെയാണെന്നാണ്. നല്ല മഴ, അതായത് നിർത്താതെ മഴ പെയ്ത സമയത്തും പുള്ളി ഇതിൻ്റെ അകത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇപ്പം 3 ഗേറ്റുകൾ ഇവിടെയും അവിടെ 3 ഗേറ്റുകൾ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു മനോഹരമായ നിർമ്മിതിൻ്റെ പുറത്തെ കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ചേട്ടാ ഇപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? വീട്ടിൽ ഇപ്പം ഞാനും ഭാര്യയും ആണല്ലേ. അപ്പം മക്കള് പുറത്താണ്. മക്കൾ പുറത്താണ്. ഇതൊക്കെ മക്കൾ വരച്ചതാണല്ലേ പറഞ്ഞത്? ഇതൊക്കെ ചേട്ടൻ്റെ മക്കൾ വരച്ച ചിത്രങ്ങളാണ്. പുള്ളി നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ പുള്ളി വരച്ച ചിത്രങ്ങളാണ്. അതാ ഇവിടെയൊക്കെ ഉള്ളത്. ഓ, എവിടെയാണ് ഉള്ളത്? സിംഗപ്പൂരല്ലേ. അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഇത് കൂടുതൽ അടിപൊളിയാക്കി മാറട്ടെ. അപ്പോൾ 150 എന്നുള്ളതൊക്കെ എത്തട്ടെ. നമുക്ക് വേണ്ടി ഈ ഒരു സമയം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്കും വളരെ സന്തോഷം. ഇത് ഇത്രയും മനോഹരമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കരമാണ്. ചേട്ടനെ സമ്മതിക്കണം. ശരിക്കും ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വന്നു, ഈ കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും അത്ഭുതമാണ്. നമ്മൾ കാണുന്ന സമയത്തേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരാൾ ഒറ്റയ്ക്ക് എടുത്ത എഫേർട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ
പറ്റുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഇവിടെ വരിക. പയ്യന്നൂർ പെരുവാമ്പയിലാണ് ഈ സ്ഥലം ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മനോഹരമായ ഈ ഒരു നിർമ്മിതിയുടെ മുന്നിൽ നിന്ന് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ദിവസം അതെ, നമ്മൾ ഗൂഗിൾ മാപ്പിൽ പെരുവാമ്പ കേവ് എന്ന് അടിച്ചാൽ അതിൽ ഡീറ്റെയിൽസ് ഉണ്ട്. കൂടാതെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.